ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വാക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഹെഡ്ഫോണിൻ്റെ ലിങ്ക് ഇന്ന് രാവിലെ മുതൽ വർക്ക് ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ദൈവവചന ഭാഗമാണ് നമ്മുടെ പരിഗണനയിൽ എന്നുള്ളതും ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതും ഇത്രയധികം വ്യാഖ്യാനിക്കപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ദൈവവചന ഭാഗമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം പല നിലകളിലുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനെ പറ്റി ലോകാവസാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചും ഉള്ളത് നമുക്കറിയാമല്ലോ. അതിനെ ബേസ് ചെയ്തും പല വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. എന്നാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില ചിന്താഗതികളാണ് കർത്താവ് AD 70 വന്നിട്ട് പോയി, ഇനിയിപ്പം കർത്താവ് വരാനൊന്നും പോകുന്നില്ല, അതുപോലെ തന്നെ മറ്റു ചിലർ അവകാശപ്പെടുന്നത് പോലെ രഹസ്യമായിട്ട് കർത്താവ് വന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതായിട്ടുള്ള, കാരണം 1844 ആ സമയത്തൊക്കെ വന്നിട്ട് പോയി, അതുപോലെ 1914 ആ സമയത്ത് വന്നിട്ട് പോയി എന്നൊക്കെ പറയുന്ന പല വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കാലയളവിലും കർത്താവ് വരുന്നു. ഇത് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു വിശുദ്ധൻ ഒരു 2 വർഷം മുന്നേ കർത്താവ് ഇന്ന ഡേറ്റിൽ വരും, സെപ്റ്റംബർ 24 23 എങ്ങാണ്ട് വരും എന്ന് പറഞ്ഞതും ഞാൻ ഏതാണ്ട് ഒരു ചെറിയൊരു ഓർമ്മ എനിക്കതിനുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് ഞാനത് വളരെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. കർത്താവ് എന്താണോ തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്ന ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെ കർത്താവ് ഈ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിനോട് 3 കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കുമെന്നും, നിന്റെ വരവിന് ലോകാവസാനത്തിനും നിന്റെ വരവിന് എന്താണ് അടയാളം, ലോകാവസാനത്തിന് എന്താണ് അടയാളം എന്ന് പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത്. തുടർന്ന് കർത്താവ് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് കാണുന്നത് അതിന് മുമ്പ് നിറവേറേണ്ടതായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. തുടർന്ന് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയി അതിൻ്റെ 15-ാം വാക്യം മുതൽ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ പ്രയാസത്തിലും ഉപദ്രവത്തിലും കൂടെ ഈ പ്രത്യേകിച്ച് ഈ യഹൂദന്മാർ കടന്നു പോകുന്നത്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, യഹൂദന്മാരോടുള്ള ഒരു ചോദ്യവും യഹൂദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നമ്മളവിടെ കാണുന്നത്. അതിലൊന്നും ഒരു സംശയവുമില്ല. കാരണം അതല്ലാതെ നമ്മളൊരു ജനറൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പം തന്നെ ഇത് പൊതുവേ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമാണെന്ന് ചിന്തിക്കുമ്പം തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിന് വ്യത്യാസം ഉണ്ടാകും. അപ്പം ഈ പശ്ചാത്തലം ഒരു ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിനുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം യഹൂദന്മാരോട് കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് 22, 23 അധ്യായങ്ങളിലൊക്കെ. ഈ മുന്തിരിത്തോട്ടം എടുത്ത് വേറെ അത് ഫലം തരുന്ന ജാതികൾക്ക് കുടിയാന്മാർക്ക് ഏൽപ്പിക്കും എന്നും, തുടർന്ന് അവരുടെ കപടഭക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കപടഭക്തിയുടെ ഓരോരോ കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് പറയുകയും ചെയ്തതിന് ശേഷമാണ് കർത്താവ് ഈ യെരുശലേമിന് ഉണ്ടാകാൻ പോകുന്ന നാശത്തെക്കുറിച്ച് വ്യക്തമാക്കി കർത്താവ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതെന്നുള്ളത് നമ്മൾ ആ വാക്യം വായിച്ച സമയത്ത് ചിന്തിച്ചതാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്നതും ഇവിടെ ഉത്തരം പറയുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെ അത് മൊത്തം ലോകത്തിന് ദൈവസഭയ്ക്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ഉചിതം എന്നെനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ യഹൂദന്മാരുടെ കാര്യവും അതുപോലെ ആലയത്തിൻ്റെ കാര്യവും ഒക്കെയാണ് അവിടെ പറയപ്പെടുന്നത്. അവർക്ക് മശീഹയെക്കുറിച്ചും ദൈവരാജ്യ സ്ഥാപനത്തെക്കുറിച്ചുമുള്ള അവരുടെ ചില ധാരണകളെയാണ് കർത്താവ് തിരുത്തുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ മുൻകാലത്ത് നൽകപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കോണ്ടക്സ്റ്റിൽ നിന്ന് അതിനെ മാറ്റിയെടുത്തൊരു ജനറൽ ആയിട്ട് ലോകത്തോടെല്ലാം പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലയിൽ അതിനെ ഒരു പ്രൈമറി കോണ്ടക്സ്റ്റ് ആയിട്ട് അതിനെ വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ അനൗചിത്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഈ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഡിബേറ്റബിൾ ആയിരിക്കുന്ന
പല കാര്യങ്ങൾക്കും ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് ആ ദൈവവചന ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം അങ്ങനെ കർത്താവ് ദാനിയേൽ പ്രവചനത്തിലെ ഒരു കാര്യം, അപ്പം പഴയ നിയമത്തിലുള്ള കാര്യങ്ങളെ കർത്താവ് അംഗീകരിച്ചു. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കർത്താവ് കോട്ട് ചെയ്തു. അതിനെ കർത്താവ് വീണ്ടും അതിനെ എടുത്തു പറഞ്ഞിട്ടാണ് കർത്താവ് തുടർന്നുള്ള കാര്യങ്ങളെ പറയുന്നത് എന്നുള്ളതും, ചില ആഴ്ചകൾക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് യെരുശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമ്പോൾ തന്നെ അന്ന് ചില കണക്കുകളെക്കുറിച്ച്, ആ കണക്കുകളിൽ ചില വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ തന്നെ ജനറലായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അക്ഷരം പ്രതി തന്നെ നിറവേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവവചന പഠിതാക്കളും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളവരുമായിട്ടുള്ള വ്യക്തികളുടെ എല്ലാം അഭിപ്രായം. അതിലൊന്നും ഒരു അനൗചിത്യവും ഇല്ല എന്നുള്ളതാണ് എനിക്കും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം എടുത്തു പറയുകയും ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ചില ദൈവവചന പഠിതാക്കൾ അതിനെ രണ്ട് നിലയിലും വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന്, ഈ മഹോദരകാലം എന്ന് പറയുമ്പോൾ അതിൽ പിശാചിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തികളും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും ഒക്കെ വായിക്കുമ്പം കാണാൻ കഴിയും. അവർ വിശുദ്ധന്മാരെ പ്രയാസപ്പെടുത്തുന്നതായിട്ടും അല്ലെങ്കിൽ പല നിലകളിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നതായിട്ടും ഒക്കെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ദൈവകോപം വെളിപ്പെടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് രണ്ട് വ്യത്യസ്തമായ നിലകളിൽ രണ്ട് സോഴ്സിൽ നിന്ന് അത് വരുന്നത് എന്നുള്ളതും, എന്നാൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അറിവിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ പറഞ്ഞേക്കുന്നത് പ്രകൃതിയിലുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ച്, പ്രകൃതിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് മാത്രമല്ല, ഇവിടെ പറയപ്പെടുന്ന ഈ 27-ാം വാക്യത്തിൽ 26-ാം വാക്യം 27-ാം വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതും ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഈ ഡിബേറ്റ് കൂടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും ഇന്ന് കാര്യങ്ങളൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയാതെ കൊണ്ടുള്ള ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതും, അതുകൊണ്ട് കർത്താവ് വരുമ്പം അതൊക്കെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അതേസമയം നമുക്ക് വ്യക്തിപരമായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടുള്ളതിൽ തെറ്റൊന്നുമില്ല. അതേസമയം അതിനെ ഒരു ഇഷ്യൂ ആക്കാനോ അതിനെ ഒരു വാദപ്രതിവാദത്തിന്റെ കാര്യമാക്കാനോ സഹോദരങ്ങളെ പകയ്ക്കുന്ന നിലയിലേക്കും വെറുക്കുന്ന നിലയിലേക്കും വെല്ലുവിളിക്കുന്ന നിലയിലേക്കും എത്തിച്ചേരരുത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിനെക്കുറിച്ച് വാദിച്ച് കൃപയിൽ നിന്ന് വിട്ടുപോയവർ വരെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവകൃപയിൽ നിന്ന് വീണുപോയവർ വരെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാദപ്രതിവാദം എത്രമാത്രം അസ്ഥാനത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വാദപ്രതിവാദത്തിലുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ? നമുക്കറിയാം, ഇയ്യോബ് സത്യം പറഞ്ഞാൽ ആ സ്നേഹിതന്മാരോട് വാദിച്ചിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, എന്നിട്ടും ദൈവം എന്നെ പരീക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇയ്യോബ് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ മനുഷ്യനോട് വാദിച്ച് അവസാനം ഇയ്യോബ് ദൈവത്തോട് വാദിക്കുന്നവനെ പോലെ ആയിത്തീർന്നു എന്നുള്ളത്, നീ നീതിമാനാകേണ്ടത് നീ എന്നെ കുറ്റം പറയുമോ എന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആരെങ്കിലുമൊക്കെ കുറ്റം പറയാതെ നമ്മുടെ സ്ഥാനം, നമ്മുടെ ഒരു പൊസിഷൻ നമുക്ക് പലപ്പോഴും സ്ഥാപിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ കുറ്റം പറഞ്ഞ് അവരോട് വാദിച്ച് അവസാനം ദൈവത്തിന്റെ മുന്നിലും നമ്മുടെ നീതിയെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരായിട്ട് നമ്മൾ അബദ്ധത്തിൽ തീർന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളിലേക്കും ആവശ്യമില്ലാത്ത വാദകോലാഹലങ്ങളിലേക്ക് തിരിയുമ്പോൾ ഒരു വ്യക്തി ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലബ് ഹൗസിൽ വളരെ വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന പല വ്യക്തികളും ഇതിൻ്റെയൊക്കെ ആശാന്മാരും അതിൻ്റെ പ്രായോക്താക്കളും അല്ലെങ്കിൽ അതിൻ്റെ പ്രായോജകരായിട്ടൊക്കെ നിന്ന വ്യക്തികളാണ് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഒരു വ്യക്തിയോട് പറയുമ്പം ചില കാര്യങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടെങ്കിൽ ഹൃദയപരമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. എന്നാലും അവിടെ ചില ഈഗോയും ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ കേൾക്കാനായിട്ടൊരു 4 പേരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കാര്യം പറയുകയും വേണ്ട. കാരണം അവരുടെ മുന്നിലും
നമ്മൾ കാര്യം സ്ഥാപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അയ്യോ ബ്രദറെ എനിക്ക് തെറ്റിപ്പോയത്, അതെനിക്കത് മനസ്സിലായില്ലായിരുന്നു എന്ന് പറയാനുള്ള നമ്മുടെ ആ അവസരം നഷ്ടപ്പെടുകയും വെറും വാദപ്രതിവാദത്തിലേക്ക് തിരിയുകയും അങ്ങനെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ചില മാസം, ഇത് നമ്മുടെ ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ചില മാസങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ സ്ഥിരം കടന്നു വരുന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസനോട് ഉള്ള ബന്ധത്തിൽ ഇത് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ കൈപൊക്കി പോയോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോസ്റ്റ് ട്രിബുലേഷനെ കുറിച്ച് പറയാനായിട്ട് ഒരാൾ വന്നു. ഭയങ്കരമായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ ഈ അപ്പം നിങ്ങൾ ശാസ്ത്രത്തിൽ നിന്നൊക്കെ ഉള്ളവരോട് എങ്ങനെ എതിർത്ത് പറയുന്നത്? നമ്മളിങ്ങനെ അപ്പോളജറ്റിക്സ് മേഖലയിലൊന്നും വലിയ വിദഗ്ധനൊന്നും അല്ലെങ്കിലും നമ്മുടെ കാലത്ത് നമ്മളൊരു അപ്പോളജിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാം. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളൊരു അപ്പോളജിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ ഉള്ള സമയത്തും കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന സമയത്തും ഒക്കെ അവരൊക്കെ അന്ന് ന്യായമായി ചോദിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ന്യായമായ നിലയിൽ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ ബ്രദറെ അങ്ങനെ പറയാതെ, ശാസ്ത്രത്തിൻ്റെ പല നിഗമനങ്ങളെക്കുറിച്ചും അതിന് ദൈവവചനത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്, അതൊന്നും ഇതല്ല, അത് അല്ലെങ്കിൽ റെഫ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതിനൊന്നും ഉത്തരമില്ലാത്തതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പം ഇത് മാത്രമല്ല, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് പല സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. MBBS പാസ്സാകാതെ സ്പെഷ്യലിസ്റ്റ് ആകുന്ന ആളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞതുപോലെ അവർക്ക് രക്ഷയെക്കുറിച്ചോ രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പല അടിസ്ഥാനപരമായ വേദോപദേശങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. പോസ്റ്റ് ആണോ പ്രീ ആണോ എന്ന് ചോദിച്ചാൽ ഉടനെ അവർ വാചാലമാകും. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷയുടെ വചനം എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല, അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അറിയത്തില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അവർ സ്പെഷ്യലിസ്റ്റായി. എനിക്ക് MBBS പഠിക്കാതെ പിന്നെ സ്പെഷ്യലിസ്റ്റ് ആയ ആൾക്കാരെ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമോ? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ആദ്യം ഉറപ്പ് വരേണ്ടത്. രക്ഷയെക്കുറിച്ചും ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ദൈവവചന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമാണ് ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത്. അല്ലാതെ ആദ്യമേ ഈ വിതർക്കങ്ങളിലേക്ക് പോവുകയും അങ്ങനെയുള്ള ഒരു നിലവാരത്തിൽ ചിന്തിക്കുകയല്ല വേണ്ടത്. എന്നിട്ട് അതേ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു നമ്മുടെ പെന്തിക്കോസ് ഉപദേശം എല്ലാം തെറ്റിപ്പോയി, പാരമ്പര്യ സഭകൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് കണ്ടപ്പം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അൺഫോളോ ചെയ്തു. കാരണം അറിയാത്ത ഒരാൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല, അത് ഞാൻ സഹിക്കും. എന്നാൽ അറിയുന്ന വ്യക്തിയും ദൈവപൈതലെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും ഇങ്ങനെ പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് അവൻ വെളിച്ചത്തിനെതിരായിട്ട് നിൽക്കുന്ന ചില നിലപാടുകൾ എടുത്തു കഴിയുമ്പോൾ അതിനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് അത്തരം ആൾക്കാരെ ഫോളോ ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ കാണാനും എന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അൺഫോളോ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് പോസ്റ്റാന്നോ പ്രിയാന്നോ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനമില്ലാത്ത ക്രിസ്ത്യ ജീവിതമാണല്ലോ ഇദ്ദേഹം നയിച്ചത് എന്ന് ഓർക്കുമ്പോൾ അത് വളരെ വിഷമം ഉണ്ടാകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇതുപോലുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ മാത്രമല്ല, അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇവിടെ പറയപ്പെടുന്നത് സകല ലോകവും കാണുന്ന നിലയിൽ കർത്താവ് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളവും വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും എന്നും സകല ലോകവും സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവർ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇതിനൊക്കെ ഓരോ സ്പെഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഏതാണ് എന്ന് ഞാനിപ്പോൾ സ്ഥാപിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതും നമ്മൾ ദൈവവചനം പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് പിന്നെ തുടർന്ന് നമ്മൾ കാണിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അത്യന്തോക്കി ഉപമ പഠിപ്പിനെന്നും ആകാശവും ഭൂമിയും മാറിപ്പോയാലും തൻ്റെ വചനങ്ങൾ മാറിപ്പോകയില്ല എന്നു മാത്രമല്ല, കർത്താവ് പറഞ്ഞ ഈ വാക്കുകളെ വളരെ കുറിക്കൊള്ളേണ്ടതാണ്. 36-ാം വാക്യം,
തൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ ആ നാളും നാഴികയും സംബന്ധിച്ച് അറിയുന്നില്ല എന്ന് പറയുന്ന കാര്യവുമാണ് പറഞ്ഞേക്കുന്നത്. അന്ന് എൻ്റെ അർത്ഥം പുത്രനായ ദൈവത്തിന് ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. തൻ്റെ മനുഷ്യാവതാരത്തിൽ താൻ ഈ ജഡത്തിൽ ലോകത്തിലായിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് തൻ്റെ മാനുഷികമായിട്ടുള്ള നിലയിലാണ് അദ്ദേഹം അത് പ്രസ്താവിക്കുന്നതെന്നും, ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് പോലെ പുത്രന് പോലും അറിയാത്ത ഒരു സംഭവമായിരുന്നു ഇത് എന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ. എന്ന് മാത്രമല്ല, ഈ ചില ആൾക്കാർ പരസ്പരം ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സംഗതി ദൈവമക്കൾക്ക് ഇന്ന് മനസ്സിലാകാൻ കഴിയാതെ വണ്ണം ഒരു 50% ഷുവർട്ടിയുള്ള ഒരു വാക്യം ഉണ്ടെങ്കിൽ അതിനെ 100% ആക്കാൻ വേണ്ടി അതിന് പൊടിപ്പും തൊങ്ങലും കൂടെ ചേർത്തു. പൊടിപ്പും തൊങ്ങലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ദൈവവചനം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാകും ഇത് പാല് മാത്രമല്ല, പാലിൻ്റെ ഉള്ളിൽ വെള്ളവും കൂടെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പം അത് അവർക്ക് ഒരു പ്രയാസകരമായിട്ട് തീരുകയും അവർ ഈ പറയുന്ന പല വ്യാഖ്യാനങ്ങളെയും മുഖവിലയ്ക്കെടുക്കാനായിട്ട് കഴിയാതെയും വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ വരവ് ഏത് സമയത്ത് ഉണ്ടാകുമ്പോഴും അത് പിന്നെ കണക്ക് കൂട്ടി എടുക്കാമല്ലോ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഒക്കെ എത്ര അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആരോടെങ്കിലും ഇന്ന സമയത്ത് ഇന്ന കലണ്ടറിൽ ഇന്ന സമയം തൊട്ടാണ് മഹോദരകാലം തുടങ്ങാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്താണ് ഇന്ന പോലുള്ള ദൈവിക പദ്ധതികൾ നടക്കാൻ പോകുന്നതെന്നോ നേരത്തെ പറയുകയോ അന്നേരം ജീവിച്ചിരിക്കുന്നവരോട് പറയുകയോ വല്ലോ ചെയ്യുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടി എടുക്കുന്നത്? അപ്പൊ ഈ ആർഗ്യുമെന്റ് തന്നെ ബേസ്ലെസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനൊന്നും ആ കാര്യങ്ങളെ അവതരിപ്പിക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, ഇന്ന് നമ്മൾ അതിനെ തുടർന്നാണ് തൻ്റെ വരവിങ്കൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിനെ കർത്താവിൻ്റെ രഹസ്യപരമായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. ആ വാദപ്രതിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്ന ഭാഗത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിയാട്ടെ, കർത്താവ് ആദ്യം പറയുന്നതായിട്ടുള്ള കാര്യം, ഈ ആലയത്തിൻ്റെ മേൽ കല്ല് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറയുന്നു. അത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയിലുള്ള സ്വർണങ്ങളോ രത്നങ്ങളോ ഒക്കെ എടുക്കാൻ വേണ്ടി ഈ യെരൂശലേം ദേവാലയത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി യഹൂദന്മാർ ചെയ്തതും ആ കാലഘട്ടത്തിൽ നടന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എത്ര വളരെ ഹീറോയിക്കായിട്ട് നമുക്ക് പറയത്തക്കവണ്ണമുള്ള ചില ചെറുത്തുനിൽപ്പുകളാണ് ഉണ്ടായിരുന്നത്. യഹൂദന്മാര് ഞാൻ അത് ഒരു ചില ഇതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയതുപോലെ 10-20,000 പേര് ഉണ്ടായിരുന്നു. ആ 20,000 പേര് ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം, കർത്താവിനെ ക്രൂശിച്ച് അവർ കൊന്നതിന് ശേഷം ഈ ശക്തികൾ തമ്മിൽ തന്നെ യെരൂശലേമിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതായിട്ടും പരസ്പരം തമ്മിത്തല്ലുന്ന, നമ്മുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമാണല്ലോ നമ്മുടെ മാണിസാറ് പറഞ്ഞതുപോലുള്ള നമ്മുടെ വളർച്ച. കാരണം വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഓരോ അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ നിശ്ചയമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സഹോദരങ്ങളോടൊക്കെ എങ്ങനെ ഭിന്നിക്കാം എന്നുള്ളതിൽ നമുക്ക് വലിയ അഗ്രഗണ്യരാണ് നമ്മൾ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് പൊതുവെ ക്രിസ്തീയ ലോകത്തൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കറിയാമല്ലോ, ഡോക്ടറിലുള്ള ചില അത് ഒരു ട്രിവിയലായിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനുവേണ്ടി പുതിയ സഭയോ പുതിയ കൂട്ടമോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ, യൂദായുടെ ലേഖനം നമ്മൾ വൈകുന്നേരം ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, അതുപോലുള്ള ചില ഭിന്നപക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് അന്ന് ഇടയായിട്ട് തീർന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ ഭിന്നതയ്ക്കുള്ള ഒരു കാരണമാക്കി എടുക്കാൻ വേണ്ടി അല്ല ദൈവത്തിന്റെ വചനം ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചോ ഒക്കെ അത് നമ്മൾ ഭിന്നമായിട്ട് നിൽക്കാൻ വേണ്ടി അല്ല. ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ബ്രദറെ എനിക്കത് മനസ്സിലായില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ബ്രദറെ എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ കാര്യം എനിക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിന് നമുക്ക് ദൈവസേനയിൽ വല്ല തടസ്സമോ ഇതോ വല്ല ഉണ്ടോ? എന്നാൽ തന്നെ പലരും ചെയ്യുന്നത് അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് അല്ലെങ്കിൽ 10 കൊമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ആർഗ്യുമെന്റിൽ തന്നെ വാശി പിടിച്ച് നിലനിൽക്കുന്ന നിമിത്തം ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചമല്ല, കൂടുതൽ താപം, ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അതിലിടയായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം വായിക്കുന്നതിനുള്ള ബന്ധത്തിൽ
അതുപോലെ തന്നെ നാളെ നമ്മുടെ വൈകുന്നേരമുള്ള ബൈബിൾ സ്റ്റഡിയിൽ വെളിപ്പാട് പുസ്തകം പഠിച്ച് തുടങ്ങുന്നതിനുള്ള ബന്ധത്തിലൊക്കെ ഞാൻ ചില ദൈവവചന ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് കൂടുതൽ ചില വീഡിയോ ഒക്കെ കേൾക്കാനും ചില ഇതൊക്കെ പരിശോധിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്ന ഒരു 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 സാഹചര്യമുണ്ടായി. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഇങ്ങനെ തമ്മിൽ തല്ലി ഈ യഹൂദ സെക്റ്റുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത്, അവിടെ വളരെ അരാജകത്വം ഉണ്ടായിരുന്ന ഒരു സമയത്തും, അതുപോലെ തന്നെ അതിൽ ചില സെക്റ്റുകൾ റോമൻ ആധിപത്യത്തിനെതിരെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള നിലയിൽ അവർ മത്സരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം വെസ്പേഷ്യൻ കൈസറുടെ മകനായിട്ടുള്ള ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ഈ യെരുശലേം നശിപ്പിക്കാനായിട്ട് ആൾക്കാർ കടന്നു വരുന്നതും. അവർ വിചാരിച്ച് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ പണി തീരും എന്ന് വിചാരിച്ചെങ്കിലും 3 മാസത്തിലധികം സമയമെടുത്തു ഇവരെ കീഴടക്കാനെന്നും പല നിലകളിലുള്ള സെറ്റ് ബാക്ക് റോമൻ സൈന്യത്തിന് ഉണ്ടായെന്നുള്ളതും, പല പ്രാവശ്യം ഒരു അകത്തു വരെ പ്രവേശിച്ചെങ്കിലും പിന്നീട് അവർക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരെ പല പ്രാവശ്യം ഉണ്ടായതായിട്ടും അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനാണ്. വളരെ വീരോചിതമായിട്ടുള്ള നിലയിൽ ഈ യെരുശലേമിൽ യഹൂദന്മാർ അതിനെ ഡിഫെൻഡ് ചെയ്യുകയും അവരുടെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യുകയും ഏകദേശം 60,000-ഓളം ആർമിയുമായിട്ട് വന്നിട്ടുള്ള ഈ ടൈറ്റസ് അവിടെ വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു പ്രതിരോധമാണ് യഹൂദന്മാരെ തീർത്തതെന്നും ചില വളരെ അത്ഭുതകരമായിട്ടുള്ള ചില വിജയങ്ങൾ തന്നെ യഹൂദന്മാർക്കുണ്ടായെങ്കിലും അവസാനം വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, യെരുശലേമിനുള്ള 3 മതിലുകൾ, ആ മതിലുകൾ ഒന്നൊന്നായിട്ട് ഭേദിച്ച് അവർ ആലയത്തിനടുത്തേക്ക് എത്തുന്നതും എന്നാൽ പലപ്പോഴും അവർക്ക് പിൻവാങ്ങി പോകേണ്ടതുമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായപ്പോൾ യെരുശലേമിലേക്ക് ഫുഡിൻ്റെ സപ്ലൈ വരാതിരിക്കത്തക്കവണ്ണം അവർ വേറൊരു മതിൽ അതിന് ചുറ്റും പണിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വേറൊരു മതിൽ അവർ പണിത് അത് അങ്ങോട്ട് ഭക്ഷണമോ മറ്റുള്ള സഹായങ്ങളോ ഒന്നും ഈ മതിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ വണ്ണം അതിനെ ഡിഫെൻഡ് ചെയ്തതിന് എന്താ പറയുന്നത്, വാടകോരിയെന്നോ ഒക്കെ നമ്മൾ പറയുന്നത് അതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിനെ മൊത്തം സപ്ലൈസ് കട്ട് ചെയ്ത് കളയുന്ന നിലയിൽ അവർ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അവസാനം അങ്ങനെയാണെങ്കിൽ പോലും ശേഷിച്ച യഹൂദന്മാർ അവസാനത്തെ തുള്ളി രക്തം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ചരിത്രമാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്, അത് കേൾക്കാനായിട്ട് കഴിയുന്നത്. അത് സമയമുള്ളവരൊക്കെ അത് കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. വളരെ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന നിലയിലുള്ള ചില ചെറുത്തുനിൽപ്പാണ് അവിടെ സംഭവിച്ചത് എന്നും അവസാനമായിട്ട് ആ യെരുശലേം ദേവാലയം വീഴുന്നതും നമുക്ക് കാണാനായിട്ട്, അവിടെ പോയിരുന്ന ജനറൽ ടൈറ്റസിൻ്റെ അണ്ടറിലുണ്ടായിരുന്നവർ, അതുപോലെ യെരുശലേമിലുണ്ടായിരുന്ന നേതാക്കന്മാർ, ഇവരെക്കുറിച്ചൊക്കെ നമുക്കവിടെ വായിക്കാനും കേൾക്കാനുമായിട്ട് കഴിയും എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഈ നിലയിൽ വളരെ കർത്താവ് എന്ത് ഈ യെരുശലേമിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അത് അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല യഹൂദന്മാരെല്ലാം ചിതറിപ്പോവുകയും യെരുശലേം ഇതുപോലൊരു സിവിലൈസ്ഡ് ആയിട്ടൊരു പട്ടണം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അതിശയിക്കത്തക്കവണ്ണമുള്ള ഒരു ഡീവാസ്റ്റേഷനിൽ മൊത്തം തകർന്നു പോകുന്ന ഒരു നിലയിലേക്ക് ഈ യെരുശലേം ആയിത്തീർന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അതായിത്തീർന്നു എന്നുള്ളത് നമുക്ക് ആ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് ഇവിടെ തൻ്റെ വരവിന് ഉള്ള ചില മുന്നോടിയായിട്ട് നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നും അതൊന്നും വലിയ എക്സ്പ്ലനേഷൻ കൂടാതെ തന്നെ നമുക്കെല്ലാം അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് അതിനെ കുറേ വർണ്ണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ദൈവവചനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനെക്കുറിച്ച് ചില വാക്കുകൾ പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, അത് എപ്പോൾ സംഭവിക്കും, ഇതിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. അപ്പം ആദ്യം സംഭവിക്കുന്നതാണ് ഈ ഡിസെപ്ഷൻ ആൻഡ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗവും അതുപോലെ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് പല ആൾക്കാർ വരുന്നത് നമുക്കറിയാം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു 40-42 വർഷത്തെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ എനിക്കൊരു കാര്യം പറയാനായിട്ട് കഴിയും. ഒത്തിരി പേരെ ഞാൻ ഈ കാലയളവിൻ്റെ ഉള്ളിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അവസാനം നോക്കുമ്പം അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ദിനേശ് ബാബു ബ്രദറിനൊക്കെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ
പുതിയതായിട്ടൊരു വെളിച്ചം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പോയി കാണാനിടയായി തീർന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ബ്രദറെ ഈ പുതിയ വെളിച്ചം കിട്ടിയത് എന്താ? ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പം പറയുക, വളരെ പുഞ്ചിരിയോടും ജാള്യതയോടും കൂടെ പറയുകയാണ്, അത് ഞാനാണ് ആ സത്യം. അത് അത് നിങ്ങൾ വിശ്വസിക്കണം, ഞാനാണ് ആ സത്യം. നമുക്കറിയാം, ഇതേ ആത്മാവുള്ള എത്ര പേര് ഇത് പറയുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഇതിലൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. പലരും ഈ കാര്യം പലപ്പോഴും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവരിലാണ് സത്യം. യേശുക്രിസ്തുവിന് മുകളിലായ ഒരു സത്യം അവർ കണ്ടെത്തിയിരിക്കുന്നു. ആ സത്യം എന്താ? ആ സത്യം ഞാനാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെവിയുടെ ഇത് റൈപ്പോയി എന്ന് പറയത്തക്കവണ്ണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ലോകത്തിൽ കൃമികീടമായിട്ട് തീർന്ന ഒരു മനുഷ്യന് ഇങ്ങനെ തന്നെത്താൻ ഉയർത്തി ഞാനാണ് ക്രിസ്തുവിൻ്റെ അവതാരം. നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എത്ര ദൈവമനുഷ്യരെന്ന് പറയുമ്പോൾ ദൈവമെന്ന് മനുഷ്യർ പറയുന്ന ആൾ ദൈവങ്ങൾ എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ നമ്മുടെ വചനത്തിൽ ഉദ്ദേശിക്കുന്ന പോലത്തെ ദൈവ മനുഷ്യരെ അല്ല ഉദ്ദേശിക്കുന്നത്. എത്ര പേര് ഞാനാണ് ക്രിസ്തുവിൻ്റെ അവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ മംഗലാപുരം പട്ടണത്തിൽ അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പഴയ വീട്, കുറെ ആൾക്കാർ അവിടെ കൂടി വരുന്നത് ഞങ്ങൾക്ക് കാണാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് അറിയാവുന്ന ഒരു പയ്യന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സെൻട്രൽ എക്സൈസിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹം എന്നെ ഈ ഇതിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനും ഇടയായിട്ട് തീർന്നപ്പോൾ അത് അവിടുത്തെ ബഹായി സെന്റർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ബഹായി സെന്ററിൽ പോയി പല പ്രാവശ്യം ഞാൻ അവരോട് വചനം പറയാനും അവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ഇതുപോലൊക്കെയുള്ള സംഗതികൾ അവരുടെയാണെന്ന് നമുക്കറിയാം. ഒത്തിരി ആൾക്കാർ അവിടെ സന്ദർശനത്തിന് പോകുന്നുണ്ട്. നമ്മുടെ വളരെ പ്രശസ്തയായ ഒരു ദൈവത്തിൻ്റെ ദാസി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അവിടെ നിന്നുകൊണ്ടൊരു പോസ്റ്റ് വരെ ഇട്ടിരുന്നു, അതാ ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളത്. അത് കാരണം നമുക്കറിയാം, ഒരു ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഞാനും എൻ്റെ ചെറിയ പ്രായത്തിൽ 20 വയസ്സിലെങ്ങാണ്ട് ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പോകാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുകയല്ല, അതൊരു ആർക്കിടെക്ചറലായിട്ടുള്ള ഒരു കാര്യം എന്താണ്, അത് കാണാൻ പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ തന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഈ ബഹാവുള്ള എന്ന് പറയുന്ന ആള് അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാനാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞല്ലോ, ആ ക്രിസ്തു ഞാനാണ്, എന്നിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ ടീച്ചിങ്ങിൻ്റെ സാരാംശമായിട്ട് പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പല ആൾ ദൈവങ്ങളുണ്ട്, ബാംഗ്ലൂരുള്ള ആൾ ദൈവങ്ങളുണ്ട്. ഇവരൊക്കെ പറയുന്നത് എന്താ, അവർ ചെന്ന് കഴിയുമ്പോൾ ക്രിസ്ത്യാനികളും അവരുടെയൊക്കെ പരിപാടികൾക്കൊക്കെ ചെല്ലും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ക്രിസ്ത്യാനികൾക്കാണ് ഏറ്റവും നല്ല സുവിശേഷവും വചനവും കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിലും ഇന്നും ദൈവത്തെക്കുറിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ട് മറ്റു പല സ്ഥലങ്ങളിലും പോയി ഈ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൂടുതൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർ പല സ്ഥലത്തും കടന്നു പോകും. അങ്ങനെ ഇവര് ഇങ്ങനെ സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ അവിടെ പലയിടത്തും കടന്നു പോകുമ്പോൾ അവരൊക്കെ അവകാശപ്പെടുന്നത് അവരുടെ പുസ്തകങ്ങൾ, ആധികാരികമായ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഞാനാണ് ക്രിസ്തുവിൻ്റെ അവതാരം, ഞാനാണ് ക്രിസ്തുവിൻ്റെ അവതാരം, ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ഇങ്ങനെ കാണാനിരിക്കുമായിരുന്നു. നമ്മുടെ ചാലക്കുടിയിലുള്ള ആ പ്രത്യേക സെക്റ്റിൽപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെത്തി. അത് നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട്. അപ്പം അദ്ദേഹം ഒന്ന് ജോലിയിൽ വ്യാപൃതനായിരുന്നു. അപ്പം നമുക്ക് പിന്നെ കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. എങ്കിലും നോക്കണമേ, ഇങ്ങനെ പല ആൾക്കാരും ദൈവത്തിൻ്റെ വചനത്തെ എടുത്ത് കോട്ടിമാറ്റി ശരിയായിട്ടുള്ള സുവിശേഷം ശരിയായിട്ടുള്ള നിലയിൽ പലരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള സുവിശേഷം പലരോടും പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതാണ് ഈ മനുഷ്യന് തെറ്റുൾക്കൊള്ളാനും പൈശാചിക ശക്തികളൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഉള്ള പ്രധാനപ്പെട്ട തെളിവ് അത് തന്നെയാണ്. ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പല ആപ്ലിക്കേഷനും പറഞ്ഞാൽ പലർക്കും മനസ്സിലാവത്തില്ല, അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാവത്തില്ല. എന്നാൽ ഒരു ദുരുപദേശക്കാരൻ വന്ന് ഈ സുവിശേഷം മനസ്സിലാകാത്തവനോട് ഇത് പറയുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള പ്രിയ അനിൽ അയ്യപ്പൻ ബ്രദർ പണ്ട് കാലത്ത് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടാനിടയായിട്ട് തീർന്നു. അപ്പം അന്ന് രക്ഷിക്കപ്പെട്ട സമയത്ത് പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകാനും വചനം പറയാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അന്ന് ഇടയായി തീർന്നിട്ടുണ്ട്. അവിടെ പോയി താമസിച്ചിട്ടുമുണ്ട്.
അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഇതൊക്കെ വചനമൊക്കെ പറഞ്ഞ് ചില കാര്യത്തിൽ മാത്രം മനസ്സിലാവുന്നില്ല. സ്നാനം നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിലുള്ള ഒരു പരിപാടി സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങുമ്പോൾ ആഭരണം മാറ്റണം എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ഇടറിപ്പോകാനും ആ സമയത്ത് മറ്റു ചില സുവിശേഷം പറയുന്ന ആൾക്കാർ അവിടെ കടന്നു വന്നത്. അപ്പം നാളുകളായിട്ട് കൂട്ടായ്മയിലിരിക്കുന്നു, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നു, ട്രെയിനിൽ വെച്ചൊക്കെ ഞങ്ങൾ കാണുമ്പോൾ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫാൾസ് ഗോസ്പലിന്റെ മുന്നിൽ വീണു പോകാനായിട്ട് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വലിയൊരു പ്രചാരകനും അതിൻ്റെ വലിയൊരു സ്പോക്സ്മാനുമായിട്ട് അദ്ദേഹം മാറി പോയി എന്നുള്ളതൊരു സത്യമാണ്. അന്ന് നമ്മുടെ ഈ സഹോദരൻ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടൊന്നും ഇല്ല. അദ്ദേഹത്തെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര പെട്ടെന്ന് ആൾക്കാരെ ഈ തെറ്റായിട്ടുള്ള കാര്യം കയറി പുലുകുന്നത്, അവരതിനെ കയറി ആവേശിക്കുന്നത്, അല്ലെങ്കിൽ ആവേശത്തോടെ കൈക്കൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അനേകർ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞ്, നമുക്കറിയാം വേറെ ചില ഭാഗത്ത് ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, പല കള്ളപ്രവാചകന്മാരും കടന്നു വന്ന് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു നിലയിലേക്ക്, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് ഇതിൻ്റെ 11 വാക്യത്തിലും നമ്മളവിടെ കാണുന്നുണ്ട്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ അനേകർ വന്ന് പലരെയും തെറ്റിക്കും. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തെ സ്നേഹിച്ച് ആ സുവിശേഷത്തെ കൈക്കൊള്ളായതുകൊണ്ട് അനീതിയുടെ വ്യാപാരം പലർക്കും ഉണ്ടാകും എന്നുള്ള കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ എന്തിനാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചേക്കുന്നത്? അത് നിത്യജീവന് വേണ്ടിയാണോ, അതോ പത്രോസ്ലിയ പറഞ്ഞതുപോലെ നിത്യജീവന് വേണ്ടിയാണോ? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ എന്നുള്ളൊരു നിലയിലാണോ, അതോ മറ്റു ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണോ? കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാൻ പോകുക. എന്ന് മാത്രമല്ല, നമുക്ക് പല ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അവിടെ തന്നെ കാണാം. എനിക്കത് രാവിലെ അത് വായിച്ചപ്പോൾ രസം തോന്നി. പലരും ഭയം കൊണ്ട്, അതിൻ്റെ 9, 10, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അതെന്താ സാഹചര്യം? ഇപ്പം വളരെ ഏകോൽപ്പമായിട്ടും സ്നേഹത്തോടെയും കഴിഞ്ഞു പോകുന്ന സമൂഹത്തിൽ പെട്ടെന്ന് ഒരാളെ വെറുക്കാനായിട്ടിടയായിട്ട് തരിക. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? കാരണമെന്ന് പറയുന്നത്, സത്യത്തിന് വേണ്ടി ഒരു വില കൊടുക്കാനും അവസാനം വരെ നിൽക്കാനും ഉള്ള ഒരു ശേഷിയില്ലാതെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്ക് അല്ലാത്തവർക്കും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുകയല്ല. എന്നാൽ അതേസമയം തന്നെ അവിടെ മനസ്സിലാക്കണം, വളരെ പ്രയാസകരമായും അവർക്ക് നിൽക്കാനായിട്ട് കഴിയാത്തതുമായ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ സെമന്തകമണി മോഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചതിന് ഞാനല്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അയ്യോ ഞാനല്ല അത് പ്രസംഗിച്ചത്, ഞാനങ്ങനെ പ്രസംഗിക്കത്തേ ഇല്ല, എൻ്റെ സുവിശേഷം അങ്ങനല്ല, മറ്റുള്ളവരെ ഒന്നും ഞങ്ങളങ്ങനെ ഒന്നും പറയാറില്ല. മറ്റുള്ളവരെയൊക്കെ പറയണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ തന്നെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ഞാനല്ല ആ സുവിശേഷം പറഞ്ഞത്, ഞാനല്ല പുസ്തകം കൊടുത്തത്, ഇന്നടത്തുനിന്ന് പ്രസംഗിച്ചത് ഞാനല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തി പോകുന്നുണ്ടെങ്കിൽ അത് പിന്മാറ്റം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ഏത് സാഹചര്യത്തിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ കർത്താവിനെ സാക്ഷിക്കാനും അവന് വേണ്ടി നിൽക്കാനും തക്കവണ്ണം അതിന് ഒരു നട്ടലുള്ളവരായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. ചിലർ പറയാറുണ്ട്, ഞാൻ രഹസ്യ ശിഷ്യനായിട്ട് ഇരിക്കുക ബ്രദറെ. രഹസ്യ ശിഷ്യന്മാർ പോലും വചനത്തിൽ കാണുന്നുണ്ട്. നിക്കോദിമോസും അരിമത്തിയിലെ ജോസഫും അവർ ധൈര്യപൂർവ്വം വന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം രഹസ്യത്തിലിരിക്കുന്നവരും ഏതെങ്കിലും ഒരു സമയത്ത് പരസ്യമായിട്ട് വരണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയ, രഹസ്യത്തിലിരിക്കുന്നവരും ഒന്ന് പരസ്യമായിട്ട് വരണമല്ലോ. അപ്പൊ പീഡനം ഭയന്ന്, ഒറ്റപ്പെടുത്തൽ ഭയന്ന്, ഉപദ്രവങ്ങൾ ഭയന്ന് ഞാനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പിന്മാറ്റം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഞങ്ങളങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളിവിടെ പലപ്പോഴും സുവിശേഷം മാന്യമായ നിലയിലും നല്ല നിലയിലും പറയണമെന്നുള്ള ആശയം നമ്മളിവിടെ ഉയർത്താറുണ്ട്. അതൊരിക്കലും മറ്റുള്ളവരുടെ പള്ളു ഭയന്നോ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് ഭയന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ അങ്ങനെ പറയാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഇവിടെ പറയുന്നത്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ വചനത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവനോട് ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയണമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ നീ ഈ കൂട്ടത്തിലുള്ളവനാണോ, അല്ലെങ്കിൽ നീ ഈ സുവിശേഷം പറഞ്ഞോ, ഈ ബൈബിളും കൊണ്ട് നീയാണോ നടന്നേ, ഇന്ന സ്ഥലത്ത് നീയാണോ കൊടുത്തേ, അതെ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ 1 പുസ്തകം അല്ല 2 പുസ്തകം കൊടുത്തേനെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഒരു പുസ്തകം അല്ല ബ്രദറെ കൊടുത്തു, 2 ഞാൻ കൊടുത്തു. ഇനി അത് കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭീഷണിയുടെ മുന്നിലും ഒരു ഭയപ്പെടുത്തലിന്റെ മുന്നിലും മുട്ടുമടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതാ നയം. അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് കുറെ മുന്നോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് എന്തെങ്കിലും സാധിക്കാനുണ്ടെന്നും വിചാരിക്കുന്നില്ല. എൻ്റെ ദൈവം എന്നെ ഈ ലോകത്ത് ഇത്രയും ആയുസ്സേ തന്നിട്ടുള്ളെങ്കിൽ ദൈവസന്നിധിയിൽ അത് മതി, അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ട. പിന്നെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടൊന്നും അല്ല സൂക്ഷിക്കുന്നത്, അതെൻ്റെ ദൈവം സൂക്ഷിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ പോലും ഞാൻ ഉള്ളപ്പോഴുള്ളതിനേക്കാളും നന്നായിട്ട് അവരെ നടത്താനും അവരെ ലീഡ് ചെയ്യാനും ഒക്കെ എൻ്റെ ദൈവത്തിന് സാധിക്കും. അല്ലാതെ നമ്മളാരെങ്കിലും താങ്ങിപ്പിടിച്ചത് കൊണ്ടൊന്നും ആരും അങ്ങനെ ജീവിച്ചു പോവുകയൊന്നുമല്ല. ആ നിലയിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പം ഒരു വീട്ടിൽ ഉള്ള ആൾക്കാർക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം അപ്പനും അമ്മയും മക്കളെ തള്ളിക്കളയുക, മക്കൾ അപ്പനും അമ്മയും തള്ളിക്കളയുക. നമ്മൾ വായിക്കുന്നുണ്ട് ആ സമയങ്ങളിൽ അപ്പനമ്മമാര് മക്കൾക്കെതിരെ തിരിയും, മക്കൾ അപ്പനമ്മമാർക്കെതിരെ തിരിയും, പലരെയും ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ പറയുന്ന പോലെ വീട് കത്തുമ്പോഴാണ് വാഴ വെട്ടാനായിട്ടുള്ള എന്ന് പറയുന്ന പോലെ നമ്മൾ ഭയം പിടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ പലപ്പോഴും തോന്നുന്നത്. എന്നാൽ ശത്രുവിനോടുള്ള ബന്ധത്തിൽ ശത്രു നമ്മളെ എതിർക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യമല്ല, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അവർ ചിലപ്പം ചില വിവരക്കേടോ അല്ലെങ്കിൽ പറഞ്ഞതിൽ ഇച്ചിരി തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണും. അതൊന്നും അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യവുമല്ല. എൻ്റെ കർത്താവ് എൻ്റെ സഹോദരൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് കൂട്ടായ്മ കാണിക്കാനോ അവനോട് ചേർന്ന് നിൽക്കാനുമായിട്ടാണ് കർത്താവ് ആഗ്രഹം. ഞങ്ങൾ പലപ്പോഴും പണ്ട് പരസ്യവും നടത്തുമ്പോൾ ഒരു ചെരുപ്പും ഒരു ആധുനിക സാഹിത്യകാരൻ്റെ ലുക്കിൽ ഒരു സഞ്ചിയൊക്കെ തോളത്തിട്ട് ഇങ്ങനെ നിൽക്കും, കവലകളിലൊക്കെ പോയി. അപ്പം എന്നിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കും പലരും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പം ഞങ്ങളുടെ ഉപദേശി പറഞ്ഞ് മേലാൽ ഇനി അങ്ങനെ കാണിച്ചു പോകരുത്. പത്രോസ് 11 പേരോട് അവരോട് കൂടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചു എന്നുള്ളതാണ് പരസ്യയോഗത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് ആധുനിക സാഹിത്യകാരൻ്റെ ശൈലിയിലൊന്നും അതിൻ്റെ ഇടയ്ക്കൊന്നും പോയി നിൽക്കേണ്ട, മര്യാദയ്ക്ക് വന്ന് ഇവിടെ കൂടെ നിന്നോണമെന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതെ, നമ്മളവിടെ നിൽക്കുന്നത് തന്നെ, നമ്മൾ പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നോ ഒന്നും ഇല്ലെങ്കിൽ പോലും അപ്പം അവിടെ നിൽക്കുന്നത് തന്നെ അതിൻ്റെ സഹോദരൻ പറയുന്ന കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ്. അതെല്ലാം ബൗദ്ധിപരമായിട്ട് വലിയ പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതുകൊണ്ട് ആ പെർഫെക്റ്റ് അല്ല പുള്ളി പറഞ്ഞപ്പോൾ ഒരു വാക്യം അങ്ങ് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുന്നില്ല, അതൊന്നും പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ആരുടെ പ്രസംഗം ഇവിടെ പെർഫെക്റ്റ് ഉള്ളത്? ആര് പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമുള്ളത്? അങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊന്നും അർത്ഥവത്തായ കാര്യങ്ങളുമല്ല. നമ്മുടെ ഈ ലിമിറ്റേഷനുള്ള നമ്മളെ തന്നെ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, അങ്ങനെ ആരും നിങ്ങളെ അനേകർ എൻ്റെ പേരെടുത്തുകൊണ്ട് വന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും. അങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിന്ന് ക്രിസ്തീയ ഗോളത്തിലും ലോകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. പലരും വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ഏത് ഉട്ടോപ്യയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കത്തക്കവണ്ണമുള്ള പല സാഹചര്യങ്ങളും ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഓർക്കുക, പല ആൾക്കാരും ഈ ക്ലബ് ഹൗസിലും ഒക്കെ വന്ന് ചോദിക്കുമ്പം സ്കൂളും ബൈബിൾ സ്കൂളും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് വന്ന് ഇതുപോലെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് ഇവർക്കെതിരെ. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ കർത്താവ്, ഇവരുടെ ബൈബിൾ സ്കൂളിൽ എന്തുവാ ഈ പഠിപ്പിക്കുന്നത്? ഈ വചനമൊന്നും അല്ലേ പഠിപ്പിക്കുന്നത്? അവർ വേറെ വല്ലതും ആണോ പഠിപ്പിക്കുന്നത്? നിശ്ചയമായിട്ടും ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ അപാകതയുള്ളവരൊക്കെ ആയിക്കൊള്ളട്ടെ, എന്നാൽ തന്നെ ഒരു പ്രശ്നവുമില്ല. അവർ ഒന്നിച്ചു നിൽക്കേണ്ടതും ആ സമയത്തല്ല എൻ്റെ സഹോദരൻ അവൻ പറഞ്ഞൊരു വാക്യം അവിടെ തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇല്ലാതെ പറയേണ്ട ഒരു സാഹചര്യമല്ല. അവനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ അത് തീർക്കുന്ന കർത്താവ് കൂടെ ഉണ്ട്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ട് സുവിശേഷത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധം എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ പരസ്പരം പലരും അന്യോന്യം ഇടറി അന്യോന്യം പകയ്ക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് നമ്മൾ കാണുകയാണ്. നോക്കിയാട്ടെ, ആരും തെറ്റിക്കാതിരിക്കാം. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും. നോക്കിയാട്ടെ, ലോകമുണ്ടായത് മുതൽ എത്രയോ
1000 യുദ്ധങ്ങൾ, അതിൻ്റെ ഒരു കണക്കുണ്ട്. അതിൽ മരിച്ചുപോയ ബില്യൺ കണക്കിന് ആൾക്കാരുടെ ഇത് നമുക്കിടെ തന്നെ കാലയളവിൽ നമ്മുടെ ചരിത്രത്തിലൊക്കെ, നമ്മുടെ കാലയളവിലല്ല തൊട്ട് മുമ്പ് സംഭവിച്ചിട്ടുള്ള 1-ാം ലോക മഹായുദ്ധം 1914, 2-ാം ലോക മഹായുദ്ധം 1939 തോന്നുന്നു, അത് മറന്നുപോയി. അപ്പം ഈ സമയത്തൊക്കെ സംഭവിച്ചിട്ടുള്ളതും ലോകമാകമാനം ഒത്തിരി രാഷ്ട്രങ്ങൾ അത് ഇൻവോൾവ് ചെയ്യുകയും മരിച്ചുപോയവരുടെ സംഖ്യയും ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. ഇതുപോലുള്ള എത്ര വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ലോക ചരിത്രത്തിലുള്ളത്. നമുക്കറിയാം, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ എന്നവിടെ പറഞ്ഞേക്കുക. ഞങ്ങൾ ഇവിടെ എൻ്റെ ഭാര്യയായ സഹോദരി ഒത്തിരി പ്രസവങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഏത് സമയത്തായി ഗർഭിണികൾ ഓടി വരുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇച്ചിരി പ്രായമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കുറച്ച് വെച്ചേക്കുക. കാരണം ഇന്നലെ ഞാൻ രാത്രി തന്നെ ഒരു 12 മണിയായപ്പോൾ ആരോ വിളിച്ച്, ഡോക്ടറെ വേദന വന്നേക്കുക, പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ നേരെ ആശുപത്രിക്ക് വയ്ക്കുക, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് തന്നെ പറഞ്ഞു വിടാനിടയായിട്ട്. കാരണം രാത്രി എഴുന്നേക്കാനും നോക്കാനും ഒക്കെ ഇപ്പോഴത്തെ ഈ പ്രായമായ സമയത്ത് വളരെ പ്രയാസങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അടുത്ത ദിവസത്തെ നമ്മുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിയേക്കുക. അത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത് ഈ ഗർഭിണികൾക്ക് പ്രസവവേദന വരുന്നതിന് ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയറിങ്ങനെ കൺട്രാക്ട് ചെയ്യും, കൺട്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ആദ്യം അതിങ്ങനെ പെതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി വന്ന് അത് ശക്തമായിട്ടുള്ള ആ ഈറ്റുനോവ് വരുമ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഇവിടെ പറഞ്ഞേക്കുന്നത്. ലോകമൊക്കെ പല സംഗതികളും ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. പല നിലകളിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, കള്ളപ്രവാചകന്മാർ വന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ യുദ്ധങ്ങളുണ്ടായതിൻ്റെ കാര്യം ഒക്കെ പറയുമ്പോൾ ഈ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ, അപ്പോൾ ദൈവദാസൻ പറഞ്ഞല്ലോ, ഈ ഭൂകമ്പങ്ങളുടെ തന്നെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് കൂടി വരുന്നു. എല്ലാം ഇങ്ങനെ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നമ്മളിന്ന് ജീവിക്കുന്ന കാലത്ത് അതുപോലുള്ള സമയത്താണല്ലോ ജീവിക്കുന്നത്. ഞാൻ തന്നെ നിങ്ങളോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ മകൻ ഉക്രൈനിലായിരുന്നെന്നും അവിടെ അവൻ്റെ അടുത്ത് തന്നെ വന്ന് ഒരു ഷെല്ല് വീണ് പൊട്ടിയ ചില ചരിത്രമൊക്കെ അവൻ പിന്നെ എന്നെ പറഞ്ഞു. അന്ന് പറഞ്ഞില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പനും അമ്മയും വിഷമിക്കുമല്ലോ എന്ന് വെച്ച് പറയാതിരുന്ന ഒരു സ്ഥലം. അപ്പം ഞങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്ന ഒരു മോനാ, 3-ാമത്തെ മോനാ, ഇളയ മോൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവന് ഇതുപോലുള്ള ലിറ്ററലായിട്ട് അതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയൊക്കെ ചെയ്തപ്പോൾ കഴിഞ്ഞ 1.5 മാസം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെയും പഠിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം, ഇതുപോലൊക്കെയുള്ള സംഭവങ്ങൾ ഇന്ന് യുദ്ധത്തിൻ്റെ നിഴലിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഏത് നിമിഷവും ഈ ലോകത്ത് എന്തും സംഭവിക്കാം എന്നുള്ളൊരു നിലവാരത്തിലാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കരുത്. ഇത് സമാധാനത്തിൻ്റെ അവസ്ഥയൊന്നുമല്ല. യുദ്ധവും നടക്കുന്നു. നമ്മളിപ്പോൾ ചോദിക്കുന്നത് എന്തുണ്ട് വിശേഷം, ഉക്രൈനിൽ വല്ല വ്യത്യാസമുണ്ടോ? അവിടെ ഇങ്ങനെ നിത്യത്തൊഴിലായിട്ട് യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും യുദ്ധം പൊട്ടിപ്പെടാനായിട്ട് നമ്മൾ ഈ മഴ പനിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പനിച്ചു നിൽക്കുക, പലയിടത്തും പനിച്ചു നിൽക്കുക. ഇപ്പം പൊട്ടും എന്നുള്ള ഒരു ആഗോളമായിട്ടുള്ള ഒരു കൂട്ടപ്പൊരിച്ചിലിൽ, ഒരു കൂട്ടത്തല്ലിലേക്ക്, ഒരു വലിയ ആഗോളമായിട്ടുള്ള അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനം ഈ പകൽക്കാലം ധ്യാനിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, നമ്മുടെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും എത്ര അന്വർത്ഥമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഓർക്കാറുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെ നിവർത്തിച്ച് വരുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പ്രിയപ്പെട്ടവരെ, ലോക മനുഷ്യന് വിഭ്രമമാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ, കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന, മുൻകൂട്ടി കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കർത്താവിൻ്റെ വചനം അറിയുന്ന ദൈവമക്കൾക്ക് അത് പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഈ ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും അതൊക്കെ നടമാടുകയും നിറവേറുകയും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പ്രത്യാശ വർദ്ധിക്കുക ചെയ്യുന്നു. ഇത് ചഞ്ചലപ്പെടേണ്ട നിമിഷങ്ങളല്ല.
അയ്യോ ഞാൻ കൂട്ടിവെച്ചത്, ഞാൻ ചേർത്ത് വെച്ചത്, എൻ്റെ ഇന്നാരിന്നാര് അവർക്കൊക്കെ എന്തോ പറ്റും, എങ്ങനെ ആകും എന്നൊന്നും ഭാരപ്പെടേണ്ട സമയങ്ങളല്ല. എല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കാനും പിൻപറ്റാനും തീരുമാനമെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പ്രത്യാശയാൽ നിറയപ്പെടാനുള്ള ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ ഇതുള്ളത്. ചഞ്ചലപ്പെടേണ്ട അവസരങ്ങൾ അതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ഇത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിൽ പല ചില മതങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഡിഫറൻസസും അതിൻ്റെ ഇതുമൊക്കെ നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അവർ നിങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സർവ്വജാതികളും നിങ്ങളെ പകയ്ക്കും. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെയൊക്കെ അത് കേൾക്കുന്നുണ്ട്. ചൈനയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളിലും ഇന്ന് അത് നിറവേറിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്ക മുഴുവൻ ദൈവമക്കളെ പകയ്ക്കുകയും ദൈനംദിനം കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കടന്നു പോവുകയാണ്. ഭാഗ്യത്തിന് നമ്മൾ കേരളത്തിലായിപ്പോയി. വല്ല നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയേനെ എന്നൊക്കെ ആശ്വസിക്കുന്ന ഒരു കാലയളവാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെല്ലായിടത്തും ഇതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഇതിനോടുള്ള ബന്ധത്തിലുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ വചനം പറയുന്നത് എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ പകയ്ക്കുന്ന. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള, 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹപാഠികളുടെയൊക്കെ ഒരു കൂട്ടായ്മ തുടങ്ങി. അപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സ്കൂളിലെ ഒന്നാമനും അങ്ങനെയൊക്കെയുള്ള ഒരു പൊസിഷനിൽ നിന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും വലിയ കാര്യത്തെ ജയ്ദീപ് ഭയങ്കരമായി പോയി. 42 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാം കൂടെ ഒരുമിക്കുന്നത്. SLC പാസ്സായതിന് ശേഷം പല ആൾക്കാരും സൗദി അറേബ്യയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെയാണ്. ഏക ഹൈന്ദവനായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഞാൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും ഇസ്ലാം പിന്നെ ഇതിലുള്ള വ്യക്തിയായിരുന്നു. ഞാനും ഒരു 4ാം ക്ലാസ് വരെ അറബിയൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് കൂട്ടായ്മ കൂടാ ഞായറാഴ്ച വെക്കാം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പം ഞായറാഴ്ച രാവിലെ മാത്രം എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞതോടുകൂടെ വലിയൊരു സൈലൻസ് ആയിപ്പോയി അവിടെ. അവരാരും വിചാരിച്ചില്ല SLCക്ക് വലിയ മാർക്കൊക്കെ മേടിച്ച് നമ്മുടെ സ്കൂളിൽ നിന്ന് ക്യാഷ് അവാർഡ് മേടിച്ച് മനോരമ പത്രത്തിൽ പേരും വന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ ഇന്ന് ആള് മാറിപ്പോയി. അവൻ ഇന്ന് നമ്മളൊക്കെ വെറുക്കുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കുന്നവനായിപ്പോയി എന്നുള്ളതുകൊണ്ട് കൂടുതൽ പിന്നെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ പ്രിയപ്പെട്ടവൻ തന്നെയാ, യാതൊരു സംശയവുമില്ല. ആ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും തല്ലുകൊണ്ടവനുമാണ് ഞാൻ. കാരണം നമുക്കറിയാമല്ലോ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഉള്ള ഓരോ സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എൻ്റെ നാമനിമിത്തം സുവിശേഷ നിമിത്തം നിങ്ങളെ അംഗീകരിക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ പരിത്യജിക്കുകയും നിങ്ങൾ പറയുന്ന സകല നന്മകളും തിന്മകളും നിങ്ങളുടെ മേൽ കളവായി പറയുകയും ചെയ്യുകയും നിങ്ങളുടെ നന്മകൾ ചെയ്യുന്നതിനെ പോലും തിന്മയായി വ്യാഖ്യാനിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം മിക്ക ദൈവമക്കൾക്കും ഉണ്ടാകും. സ്വന്തം ഭവനത്തിൽ തന്നെ ഇത് നിമിത്തം ഉള്ള എതിർപ്പുകൾ നേരിടുന്നവർ പലരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. വേറെ എങ്ങും പോകണ്ട, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന്, സ്വന്തം ബന്ധുക്കളിൽ നമ്മളൊക്കെ അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങളെയൊന്നും ആരും ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാലോ ഒന്നും ഞങ്ങളെ വിളിക്കുകയില്ല. കാരണം ബന്ധുക്കോസുകാരൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വലിയ അപമാനമായിട്ട് തീരുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും നിലയിലുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാനും തയ്യാറല്ലാത്തത് കൊണ്ട് നമുക്ക് ബന്ധുക്കൾ എന്ന് പറയുന്ന ഈ ദൈവമക്കളല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവമക്കളെന്ന് പറയുന്നവരല്ലാതെ വേറെ ആരുമില്ല, കർത്താവ് മാത്രം. നോക്കിയാട്ടെ, പലരും ഏൽപ്പിച്ചു കൊടുക്കുക, അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. പ്രിയപ്പെട്ടവർ, ഇത് പ്രത്യേകിച്ച് ദൈവസഭകളിൽ നടക്കുന്ന ഒരു കാര്യം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൽ പ്രസംഗം മാത്രമല്ല, മാതൃകയും കൂടെ ആവശ്യമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ, ഒരു മിനിറ്റ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം പല ആൾക്കാരും അയ്യോ അത് വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പ്ലാസ്റ്റർ തന്നെ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മുടെ മൂപ്പൻ എന്താ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലയളവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. മാതൃകയില്ലാതെയും അതുപോലെ തന്നെ പല നിലകളിലുള്ള സ്നേഹമില്ലായ്മ.
പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും യോഹന്നാന്റെ അമ്മയെ, അല്ലെങ്കിൽ യേശുവിന് അമ്മയായ മറിയയെ കണ്ടപ്പോൾ യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പിള്ള സന്തോഷം കൊണ്ട് തുള്ളി എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, കർത്താവെ, നിന്റെ ഭക്തന്മാർ പരസ്പരം കാണുമ്പം എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ ഒരു ദൈവ പൈതലിനെ വെറുക്കുകയും തള്ളിക്കളയുകയും തിന്മ പറയുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തരുത്. ഒരേ അപ്പൻ്റെ മക്കൾ തമ്മിൽ ഉള്ള ഒരു വിഷയത്തിൽ രണ്ട് മക്കൾ തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു അനുഭവം വരികയാണെങ്കിൽ ഈ അപ്പൻ എങ്ങനെ അതിനെ സഹിക്കും? ഞാൻ തന്നെ ചിലപ്പോൾ നേരിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 ആമക്കളെ. ചില സമയത്ത് അവന്മാരൊക്കെ ചില മസിലും തൻ്റെ ഇടവും ഇതുമൊക്കെ ഉള്ളതായതുകൊണ്ട് ചില സന്ദിഗ്ധ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ ഒരു അപ്പൻ എങ്ങനെ ഇതിനെ നേരിടും? അവനും എൻ്റെ മോൻ, ഇവനും എൻ്റെ മോൻ. ആരും അപായപ്പെടാനോ ആർക്കും മുറിവേൽക്കാനോ ആർക്കും വിഷമം ഉണ്ടാകാനോ ഒരപ്പൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ സാഹചര്യം ആ ദൈവസന്നിധി നമ്മൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും. നമ്മൾ ഒരു പരിധിക്കപ്പുറം കാര്യങ്ങളെ നേരിടാനും എതിർക്കാനും ഒക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം ഈ അപ്പൻ്റെ ഹൃദയത്തിന് അത് എന്തൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് അറിയും എന്ന് പറയുന്ന ഈ അപ്പന് അതുകൊണ്ടുണ്ടാകുന്ന ഹൃദയവേദന എന്താ? പലരുടെയും സ്നേഹം തണുത്തുപോകും, കോൾഡ് ഹാർട്ടഡായിട്ട്, പ്രതികരണമില്ലാത്തവരായിട്ട്, സഹോദര സ്നേഹം പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ ആശ്വാസമായിട്ടൊരു വാക്ക് പോലും പറയാനായിട്ട് മുതിരാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെയാണല്ലോ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാനല്ല പ്രസംഗിച്ച അവനാണ് ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാനങ്ങനൊന്നും പറയത്തൊന്നുമില്ല. നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെ കാണാമല്ലോ, ഞാൻ അങ്ങനൊന്നും സുവിശേഷമൊന്നും പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം ഇങ്ങനെ അല്ല എന്ന് പറയുന്ന വീരന്മാർ എത്ര പേരുണ്ട്. പരസ്പരം സ്നേഹം തണുത്തു പോകും, പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയും. നമ്മുടെ സമയം തീരുകയാണല്ലോ. അധർമ്മം വരുന്ന അവസാനത്തോളവും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അതൊരടയാളമായിട്ട് പറഞ്ഞേക്കുക. കർത്താവിൻ്റെ ദാസൻ അത് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ചല്ലോ. അതിലേക്ക് ഞാൻ ഇനി കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ മുഴുവൻ ഇതൊക്കെ, ഈ അടയാളങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ നിറവേറേണ്ടതാണ്. നാളെ നമുക്ക് ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ 15-ാം വാക്യം മുതലുള്ള ശൂന്യമാക്കുന്ന മ്ലേച്ഛത, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് തുടങ്ങുന്ന ഭാഗം നമുക്ക് ചിന്തിക്കാൻ ഇടയാക്കട്ടെ. നേരത്തെ തന്നെ എല്ലാവരും വരണമേ എന്ന് അപേക്ഷിക്കുകയാണ്.